ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ പ്രതിസന്ധി ഒഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. ഇത്തവണ റിപ്പയറിനെത്തിയത് തുച്ഛം വലകൾ. വരുമാനം കുറഞ്ഞതും വലകൾക്ക് അമിത GST നിരക്ക് ഏർപ്പെടുത്തിയതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വല റിപ്പയറിനെത്തിയത് കുറഞ്ഞ എണ്ണം വലകൾ മാത്രം. പുതിയ വലകൾ ഉണ്ടാക്കാൻ അധിക സാമ്പത്തിക ബാധ്യത വരുമെന്നിരിക്കെ വരുമാന മാർഗം പാതി വഴിയിൽ നിലച്ചാണ് ഈ ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ കടന്നുപോയത്. കഴിഞ്ഞ വർഷം മത്സ്യലഭ്യത കുറഞ്ഞതും ഡീസലിന് വില കൂടിയതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞങ്ങൾ വലപ്പണി തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് വല റിപ്പയറിന് വന്നിരിക്കുന്നത് തന്നെ വളരെ തുച്ഛം വലകൾ മാത്രമേ ഉള്ളൂ. പുതിയ വലകളൊന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മത്സ്യലഭ്യത കുറവാണായിരുന്നു. പിന്നെ ഡീസലിൻ്റെ വില കൂടുതൽ കാരണം നമ്മളിപ്പോൾ ഒരു ബോട്ട് പോയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വലിയ ബോട്ടാണ് പോയി വരികയാണെങ്കിൽ ഒരു ദിവസത്തെ ചിലവ് തന്നെ 1 ലക്ഷം രൂപയുടെ ഒക്കെ അടുത്ത് വരും. 1 ലക്ഷം രൂപയിൽ കൂടുതൽ മീൻ കിട്ടണം. മത്സ്യം അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നീക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡീസലിലേക്ക് സബ്സിഡി ഇല്ല. വലയ്ക്കാണെങ്കിൽ 5% മുതൽ 20% വരെ വലയുടെ മെറ്റീരിയൽസിനൊക്കെ GST ചുമത്തിരിക്കുകയാണ്. അത് കാരണം വലിയ പ്രതിസന്ധിയിലാണ് മത്സ്യമേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഫിഷിംഗ് ബോട്ട്. വലയ്ക്ക് 5% മുതൽ 20% വരെ GST കൂട്ടിയതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഡീസൽ വിലയിലെ വർധനവും തിരിച്ചടിയായി. വലിയ ബോട്ട് കടലിൽ പോയി വരാൻ 1 ലക്ഷം രൂപ വരെ ചിലവ് വരും. മാത്രവുമല്ല 25,000 രൂപ മുതൽ 35,000 രൂപ വരെ വലയ്ക്ക് വേണ്ടിവരും. മത്സ്യങ്ങൾക്കനുസരിച്ച് വല മാറ്റേണ്ടിയും വരും. റിപ്പയറിനാകട്ടെ പേരിന് മാത്രം വലയെത്തുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ പ്രതിസന്ധി തീരാ ദുരിതക്കയത്തിൽ തന്നെയാണ് ഈ മനുഷ്യരും. ഓരോ ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോഴും കടലോരത്തേക്ക് പരാതികളും പരാധീനതകളും മാറ്റിവെച്ച് അവരിറങ്ങും പ്രതീക്ഷയോടെ. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.